ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നബിയേ, എങ്ങനെയാണ് ഞാൻ തൗബ ചെയ്യേണ്ടത്? കേട്ടോ സഹോദര, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നബിയേ, എങ്ങനെയാണ് ഞാൻ തൗബ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നീ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, ഇനി മുതൽ ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വേണം റബ്ബിനോട് പാപമോചനം തേടാൻ. അങ്ങനെ നീ പറയണം. എന്നിട്ട് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ വീണ്ടും തൗബ ചെയ്യണം. ആ സഹോദരൻ പോയി വീണ്ടും തെറ്റ് ചെയ്തു, വീണ്ടും തൗബ ചെയ്തു. അങ്ങനെ അതാണ് റസൂലിനെ വീണ്ടും വരികയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ പാപം ചെയ്ത് തൗബ ചെയ്തു, വീണ്ടും ഞാൻ തെറ്റ് ചെയ്യുന്നു, വീണ്ടും തൗബ ചെയ്യുന്നു. ഇതിനൊരു അറുതി വരുത്താൻ എനിക്ക് കഴിയുന്നില്ല നബിയേ, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, എത്ര തെറ്റ് ചെയ്താലും അതിനെ കണ്ട് നമ്മൾ തൗബ ചെയ്യണേ. അങ്ങനെ തൗബ ചെയ്ത് 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 നിങ്ങള് അവസാനം പിശാച് പറയും, ഇവനെ പറ്റിച്ചിട്ട് കാര്യമില്ല, ഇവനെ പറ്റിച്ചിട്ട് കാര്യമില്ല, ഇവനെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചാൽ അവൻ തൗബ ചെയ്യും, അതുകൊണ്ട് ഇവനെ പറ്റിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പിശാച് ഓടിപ്പോകുന്നത് വരെ, അങ്ങനെ പിശാച് തോറ്റുപോകുന്നത് വരെ നിങ്ങൾ തൗബ ചെയ്യണേ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. സഹോദരാ, തെറ്റുകൾ ആവർത്തിക്കുന്നെങ്കിൽ തൗബ സ്വീകരിക്കണം, വീണ്ടും വീണ്ടും തൗബ ചെയ്യണം. അങ്ങനെ ഇബ്ലീസ് തോൽക്കണം, ഇബ്ലീസ് പരാജയപ്പെടണം, അതുവരെ നിങ്ങൾ തൗബ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് താൻ ചെയ്ത പാപങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരുപാട് പാപങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരയുകയാണ്. ആ മനുഷ്യനോട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗ്ഗത്തിലെ കവാടങ്ങളുണ്ട്, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളുണ്ട്, അതിനടക്കുകയും അടക്കുകയും തുറക്കുകയും ചെയ്യോ, എന്നാൽ തൗബ എന്ന വാതിലുണ്ട്, അതൊരിക്കലും അടക്കാറില്ല. നരകങ്ങൾ കാവൽ നിൽക്കുന്ന ഒരു വാതിലാണ്, ആ വാതിലൊരിക്കലും അടക്കാറില്ല. എത്ര വലിയ പാപം ചെയ്തവനായാലും റബ്ബിനോട് പൊട്ടിക്കരഞ്ഞെന്ന് ദുആ ചെയ്താൽ അല്ലാഹു പുറത്തേരുന്നതാണ്. ഈ സദസ്സിന്റെ പ്രിയമുള്ള സഹോദരൻ, പലവിധ തെറ്റുകൾ ചെയ്തവരുണ്ടാകാം, മനുഷ്യരാണല്ലോ, സാഹചര്യം കൊണ്ട് തെറ്റുകളിലേക്ക് എത്തിച്ചേർന്നവരുണ്ടാവാം. നിരാശരാവണ്ട കുഞ്ഞുമോനെ, നിരാശരാവണ്ട കുഞ്ഞുമോനെ, എത്ര വലിയ പാപം ചെയ്തവനായാലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശനാ പാടില്ല. നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ.